പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ബ്ലഡ് ലൈൻ എന്ന് പറയുന്ന ഫാക്ഷൻ പോൾ ഹേമനെ ക്രൂരമായി ആക്രമിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം. ഇന്ന് നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് ബ്ലഡ് ലൈനിൻ്റെ ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. ബ്ലഡ് ലൈൻ്റെ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗമായി അവർ എൻട്രൻസ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് തുടങ്ങിയവർ വന്ന് അവിടെ വമ്പൻ ഫൈറ്റ് നടക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഫൈറ്റിൽ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ ഒന്നടങ്കം ആക്രമിച്ച് കോഡിയും റാൻഡിയും കെവിൻ ഓവൻസും റിങ്ങിൽ നിൽക്കുന്നു. അവിടെ സ്മാക്ഡൗണിൻ്റെ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് സെക്യൂരിറ്റി ഗാർഡ്സിനുമായി വന്നിട്ട് ഇവരെ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവരെ എല്ലാവരെയും ഈ കോഡിയും ടീമും ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് പോയി പോലീസിനെ കൊണ്ടുവന്ന നിക് ഓൾഡിസ് ഇവരെ അറസ്റ്റ് ചെയ്ത് പിന്നീട് എറിയലിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സെഗ്മെൻറ്റ് നമുക്ക് പിന്നീട് അവിടെ കാണാൻ സാധിച്ചു. പിന്നീട് നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ജാക്കബ് ഫാറ്റു സ്മാക്ഡൗണിൽ അപ്പിയർ ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് പോൾ ഹേമന് സോളോ സിക്കോവ കൊടുക്കുന്നുണ്ട്. പിന്നീട് മെയിൻ ഇവൻറ്റിൽ ദി അക്നോളജ്മെൻറ്റ് സെറമണി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബ്ലഡ് ലൈൻ്റെ സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് പ്രകാരം സോളോ സിക്കോവ, ടോങ്ക ലോവ, പോൾ ഹേമൻ തുടങ്ങിയവർ റിങ്ങിലേക്ക് വരുന്നു. പോൾ ഹേമൻ സംസാരിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് സോളോ ആ ഒരു മൈക്ക് പിടിച്ചു വാങ്ങുന്നു. എന്നിട്ട് ജാക്കബ് ഫാറ്റുവിനെ അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ പോൾ ഹേമനോട് ജാക്കബ് ഫാറ്റു വരില്ല എന്നുള്ളത് സോളോ നുണ പറഞ്ഞതാണ്. ജാക്കബ് ഫാറ്റു വന്നതിന് ശേഷം ഓരോ മെമ്പേഴ്സിനോടായി സോളോ തന്നെ അക്നോളജ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ആദ്യം ടോങ്ക, പിന്നീട് ടോങ്ക ലോവ, പിന്നീട് ജാക്കബ് ഫാറ്റു ഇവരെല്ലാം അക്നോളജ് ചെയ്യുന്നു. പിന്നീട് പോൾ ഹേമൻ്റെ കയ്യിലേക്ക് റോമൻ റെയിൻസിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മാല വെച്ചു കൊടുത്തുകൊണ്ട് പോൾ ഹേമനോടും സോളയെ അക്നോളജ് ചെയ്യാൻ വേണ്ടി പറയുന്നു. ട്രൈബൽ ചീഫായിട്ടാണ് അക്നോളജ് ചെയ്യേണ്ടത്. എന്നാൽ ആ മാല പിടിച്ചു വാങ്ങി വളരെ ഇമോഷണലായി നിന്നെ എൻ്റെ ട്രൈബൽ ചീഫായി ഞാൻ അക്നോളജ് ചെയ്യില്ല എന്നുള്ളതും പോൾ ഹേമൻ തുറന്നു പറയുന്നുണ്ട്. അവിടെ നിന്ന് ഒരു സമോൺ സ്പൈക്ക് പോൾ ഹേമന് എതിരെ സോളോ ചെയ്യുന്നു. പിന്നീട് ജാക്കബ് ഫാറ്റു ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു സ്പ്ലാഷ് ചെയ്യുന്നു. പിന്നീട് കമൻറ്റേഴ്സ് ടേബിളിലേക്ക് ഒരു ട്രിപ്പിൾ പവർ ബോംബും ചെയ്തുകൊണ്ട് പോൾ ഹേമനെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ഒന്നടങ്കം ക്രൂരമായി ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കൂടാതെ ഇപ്പോഴുള്ള ബ്ലഡ് ലൈൻ മെമ്പേഴ്സ് സോളോ സിക്കോവയെ ട്രൈബൽ ചീഫായി അവരോധിക്കുന്നത് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റ് ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ട് പോൾ ഹേമനെ അവർ ക്രൂരമായി ആക്രമിച്ചു എന്ന് ചോദിക്കുമ്പോൾ പോൾ ഹേമൻ ഇനി കുറച്ച് ആഴ്ചകളിലേക്ക് സ്മാക്ഡൗണിൽ നിന്ന് മാറി നിൽക്കും. ഇനി പോൾ ഹേമൻ തിരികെ വരുമ്പോൾ ജിമ്മി ഊസോയോ അല്ലെങ്കിൽ റോമൻ റീൻസോ പോൾ ഹേമൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അത് ഒരു വമ്പൻ റിട്ടേൺ ആയിരിക്കും. ആ റിട്ടേണിന് കുറച്ചും കൂടി ഇമോഷണലി ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോൾ ഹേമനെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് ഒന്നടങ്കം ആക്രമിക്കുന്നതായിട്ട് അവർ കാണിച്ചിട്ടുള്ളത്. കൂടാതെ പോൾ ഹേമന് ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് മറ്റൊന്നും ഇനി ചെയ്യാനില്ല. ഇനി പോൾ ഹേമനെ തിരികെ വരുന്ന റോമൻ റെയിൻസിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടാണ് സോളോയുടെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ നിന്ന് പോൾ ഹേമനെ മാറ്റി നിർത്തിയത്. എന്തായാലും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് ഇന്നത്തെ മെഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ എറീനയിൽ നടന്ന സ്മാക്ഡൗണിൻ്റെ മെയിൻ ഇവൻറ്റിൽ കാണാൻ സാധിച്ചത്. ഈ സെഗ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.